എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 21. ഇന്ന് മല്ലൻസ് വീഡിയോയുടെ വിഷയം കുടിച്ച് ജീവിച്ചാൽ ദാഹിച്ചു മരിക്കാം. നമ്മുടെ ജീവിക്കാനായിട്ട് 4 അത്യാവശ്യ സാധനങ്ങളാണ്: വെള്ളം, വായു, വീട്, ഭക്ഷണം. ഓക്കെ, ഇത് നമ്മൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഓപ്പോസിറ്റായ മരണമാണ് നടക്കുക. ഓക്കെ, ഇപ്പം ടു എയർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. പാപം ചെയ്യുന്നത് മാനുഷികമാണെങ്കിൽ അതിനെ തരണം ചെയ്യുന്നതാണ് ദൈവികത, മാനുഷികത. ഓക്കെ, അപ്പം ചെയ്യരുത് എന്നുള്ള ഒരു വലിയൊരു പ്രലോഭനം മനുഷ്യർക്കുള്ളപ്പം അത് ചെയ്യാനുള്ള പ്രവണത. ഓക്കെ, അതിലൊന്നാണ് കുടിക്കാനുള്ള വെള്ളത്തിന് പകരം നമ്മൾ ചാരായം, ബ്രാൻഡി, വിസ്കി എല്ലാം കുടിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ കോഞ്ഞാട്ടയാക്കുന്നത്. ഓക്കെ, പ്രലോഭനങ്ങളാണ് ചുറ്റും. ഓക്കെ, ബൈബിളിൽ ആദ്യ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു വൃക്ഷത്തിൻ്റെ ഫലം മാത്രം തിന്നരുതെന്ന് പറഞ്ഞപ്പം ആദ്യമായിട്ട് അവർ തിന്ന പഴം അതായിരുന്നു. അവരെ സഹായിച്ചതോ ചെകുത്താൻ. ഓക്കെ, അപ്പം ഇന്ന് ടി വിയൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ പ്രലോഭനങ്ങളാണ്. ഓക്കെ, അപ്പം ഈ പ്രലോഭനത്തിൽ പെടാതിരിക്കാനായിട്ട് നമ്മൾ ഉണർന്നിരുന്ന് ജീവിക്കേണ്ടതുണ്ട്. ഓക്കെ, ജീവിതം ഒരു യുദ്ധമാണ്. അതിന് നമ്മൾ തോൽപ്പിക്കരുത്, ജയിക്കണം എന്നും. ഓക്കെ, ഞാൻ 1800 സ്കൂളുകളിൽ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പം ഞാൻ കുട്ടികളോട് പറയും, ഇന്ന് മനുഷ്യരെക്കാൾ നല്ലതാണ് ഇന്നത്തെ മൃഗങ്ങൾ. എന്നിട്ട് ഞാൻ അവർക്ക് 5 വ്യത്യാസം പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യരാക്കും. പിന്നെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന ഒരു ഇതാണ്, നമുക്കൊരു 5 സ്റ്റെപ്പ്. ഒന്ന്, നമുക്കൊരു ദർശനം വേണം, വിഷൻ. ഈ ദർശനം നമ്മളെ ഒരു വലിയൊരു ജീവിതത്തിലോട്ട് നമുക്ക് നയിക്കണം. നമ്മുടെ വണ്ടിക്കൊരു ബോർഡ് ഉണ്ടാകണം. അത് കുടിയന്മാരെ പോലെ ന്യൂസ് അതാകരുത്. കുടിയന്മാർക്ക് എവിടെ പോയാൽ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് നമുക്ക് കുടിക്കാൻ കുപ്പി കിട്ടിയാൽ മതി എന്നാണ്. അതല്ല, നമുക്കൊരു ആ ദർശനത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ലക്ഷ്യം നമ്മുടെ വണ്ടിക്ക് ബോർഡ് എഴുതണം. പിന്നെ നമ്മൾ അതിനെ ഫോർമേഷൻ, 3ാമത്തെ സ്റ്റെപ്പ്, നമ്മൾ അത് പിടിച്ചെടുക്കാനായിട്ട് നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. 4, മിഷൻ. നമുക്ക് ഒരു കർമ്മം ചെയ്യാനാണ് ദൈവം നമുക്ക് ജീവിതം തന്നെങ്കിൽ നമ്മളത് കർമ്മം ചെയ്ത് ജീവിക്കണം. ഓക്കെ, 5, അങ്ങനെയാണെങ്കിൽ ഞാൻ പിള്ളേർ ഇന്ന് പഠിപ്പുള്ളൊരു സമയത്ത് ചൂഷണം ചെയ്യാണോ? അതെ. അപ്പം ഞാൻ എന്നിട്ട് അവരോട് പറയും, ട്രാൻസ്ഫോർമേഷൻ, നമുക്ക് സമൂഹത്തെ മാറ്റാം. ഓക്കെ, അപ്പം ഞാൻ മാറണം, നീ മാറണം, നമ്മളെല്ലാവരും മാറണം. ഓക്കെ, അബ്ദുൽ കലാം പറയുന്നുണ്ട്, നീ നിൻ്റെ ഒരു കുടുംബത്തെ നല്ലതാക്കുമ്പം ആ കുടുംബം സമൂഹത്തിന് വലിയൊരു ഗിഫ്റ്റാണ്. അങ്ങനെയുള്ള സമൂഹം രാജ്യത്തിന് വലിയൊരു സമ്മാനമാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് മാറ്റാം. ഇപ്പം വലിയൊരു ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സർക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ചെയ്യുന്നതാ, നിങ്ങൾ വന്ന് കുടിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് ഭരിക്കാൻ പൈസ. അതായത് നമ്മൾ ആളുകളുടെ മേത്തേക്കോടെ നമ്മൾ ബുൾഡോസർ അടിച്ചിട്ടാണ് നമ്മൾ അവരെ സേവനം ചെയ്യുന്നത്. ഓക്കെ, അതൊരു സേവനമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പം തമിഴ്നാട്ടിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പം അവർ 500, മിനിഞ്ഞാന്നത്തെ പേപ്പറിൽ 500 കുടിസ്ഥലങ്ങൾ അവർ മാറ്റി എഴുതുക ചെയ്യുന്നത്. ഓക്കെ, എന്നാലും കേരളം അത് എൻകറേജ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾ വന്ന് കുടിക്കൂ, ഞങ്ങൾക്ക് പൈസ തരൂ, ഞങ്ങൾ ഭരിക്കട്ടെ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, നമുക്ക് നായിയാകാം, നായകനാക്കാം. യു വാണ്ട് ബി ഗോഡ് ഓർ ഡോഗ്. കുടിയന്മാർക്കുള്ള മെസ്സേജാണ്. ഞാൻ പറയും, നിങ്ങൾ 10 പേരുടെ കൂടെ കുടിച്ചു കഴിഞ്ഞാൽ അതിൽ ഓരോരുത്തർ മരിക്കുമ്പം വീട്ടുകാർ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, നിങ്ങളെ കാർക്കിച്ചതുപരി പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുമ്പം നിങ്ങൾ 10 പേരെ കുടി മാറ്റാനായിട്ട് സഹായിച്ചു നോക്കി. അവർ നിങ്ങളുടെ സ്പെഷ്യൽ പരിപാടിക്ക് നിങ്ങൾ വിളിച്ചിട്ട് പറയും, ചേട്ടൻകാരൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ അപ്പൻ ജീവിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളെ ദൈവമായിട്ട് അവർ ട്രീറ്റ് ചെയ്യും. അത് മുകളിലുള്ള ദൈവമല്ല, ഭൂമിയിലെ ജീവിക്കുന്ന ദൈവങ്ങളാണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് ചരിത്രം എഴുതാം. ഓക്കെ, ഇപ്പം ഇതൊരു ട്രാപ്പാണ്. ഇപ്പം കുടിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ലഹരിയുടെ ഒരു സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിന് മാഷിൻ്റെ ഒരു കവിതയാണ് ഞാൻ സ്കൂളുകളിൽ പറയാം. കേട്ടപ്പോൾ കാണണമെന്ന് തോന്നി, കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി, കെട്ടിപ്പോയപ്പോൾ പെട്ടുപോയി എന്ന് തോന്നി. അതാണ് കുടി, വലി, പുകല, എന്തായാലും നമ്മൾ കുടിച്ചാലും വലിച്ചാലും ആദ്യത്തെ എക്സ്പീരിയൻസ് നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പും. നമുക്കത് ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ചെയ്ത് ആ അനിഷ്ടത്തെ നമ്മൾ ഇഷ്ടമാക്കും. ദുശീലങ്ങളെ നമ്മൾ സുശീലങ്ങളാക്കാം. അവസാനം നമുക്ക്
നിയന്ത്രണം പോലും കിട്ടാത്തൊരവസ്ഥയിൽ നമ്മളുടെ ജീവിതം ഒരു സൂയിസൈഡൽ ജീവിതമായിട്ട് മാറും. നമ്മൾ മരിക്കാനായിട്ട് ജീവിക്കുക. ഓക്കെ, എനിക്ക് ഈ ബിവറേജസിന് മുമ്പിൽ ക്യൂ നിൽക്കുന്നവരോട് ഭയങ്കര സഹതാപമാണ്. കാരണം അവർ സഹായമാണ് ചോദിക്കുന്നത്, പക്ഷേ അവർക്ക് സ്വയം മാറ്റാനായിട്ട് കഴിയാല്ല. ഞാൻ ഓർക്കുന്നുണ്ട് ആകാശത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ മുരളി ഭാര്യയോട് പറയുന്നത്, ആനി എനിക്കിത് മാറ്റാൻ പറ്റില്ല, നീ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതൊന്ന് മാറ്റാൻ സഹായിക്കും. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞ സിനിമയിൽ ജയ്സൂരും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊരു കോൾ ഫോർ ഹെൽപ്പ്. ഓക്കെ, പിന്നെ ഞാൻ ശാന്തരൂപതയിൽ പിന്നെ ഗഡ്ജുള്ളി എന്ന് പറഞ്ഞ നക്സലൈറ്റ് ജില്ലയിൽ രേപ്പമ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയുടെ വികാരി അച്ഛനായിരിക്കുമ്പം സത്യം എന്ന് പറഞ്ഞ ഒരു കുടിയൻ, അവൻ കുടിച്ച് ഭാര്യയെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ അവനെ ഉപദേശിച്ച്, എന്നിട്ട് അവൻ തന്നെ സ്വയം ചോദിച്ച്, ഞാൻ പള്ളി വിട്ട സമയത്ത് അവൻ തന്നെ സ്വയം മാറി. അവൻ 3ാം ക്ലാസ് വരെ പഠിച്ച സത്യം ആ ആദിവാസി വില്ലേജിലുള്ള ഒരു 75% ആളുകളെ കുടിയിൽ നിന്ന് പിന്തിരിപ്പിച്ച് സഹായിച്ചു. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് ചെയ്യുക. പിന്നെ മനസ്സുണ്ടേൽ വഴിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കിക്കഴിഞ്ഞാൽ, അതായത് ഞാൻ മാറണം, എനിക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെ. ഇന്ന് നമുക്ക് ജീവിക്കാനുള്ള ജീവിതത്തിൻ്റെ അവസാനത്തെ അല്ല ആദ്യത്തെ ദിവസമാണെങ്കിൽ കഴിഞ്ഞ ജീവിതത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. ഓക്കെ, ആ ഒരു തീരുമാനം. ഓക്കെ, അടിയിലുണ്ടൊരു പിടി, മടിയിലും വിടാത്ത പിടി. ആ ഒരു ജീവിക്കുന്ന ഒരു പോരാളിയായിട്ടുള്ള ഒരു റോളായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വേറൊരു സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് കേരളം പഠിപ്പിസ്റ്റുകളാണെങ്കിലും ഇന്ന് ഏറ്റവും കുടിയുടെ നമ്പർ 1, ഞാൻ കേരളത്തിൽ ക്ലാസ് എടുക്കുമ്പം കേരളക്കാർ ആത്മഹത്യയിൽ നമ്പർ 1, തോന്നിയാസങ്ങൾ നമ്പർ 1, ഇതെല്ലാം ചെയ്ത് കേരളം ഇന്നൊരു വിവേകാനന്ദ പറഞ്ഞ പോലെ ഒരു ഭ്രാന്താലയാണ്. ഓക്കെ, ഇപ്പം ആ ഒരു ഇതിന്ന് നമുക്ക് കരകയറണമെങ്കിൽ ഞാൻ വിചാരിക്കണം, നിങ്ങൾ വിചാരിക്കണം, നമ്മളെല്ലാവരും വിചാരിക്കണം, പ്രത്യേകിച്ച് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗവൺമെൻറ് വിചാരിക്കണം. ഓക്കെ, ഇപ്പം വേറൊരു ദുഃഖാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു 50 കിലോമീറ്ററിൽ 50 ഡയാലിസിസ് സെൻറ്ററിൽ കാണും. ഓക്കെ, കാരണം ഈ കുടി നമ്മുടെ ഇതാണെങ്കിൽ നമ്മുടെ ശരീരം അതിൻ്റേതായിട്ടുള്ള ഒരു വീക്ക്നെസ്സാണ് ഈ കിഡ്നി പോരായ്മ. ഓക്കെ, അപ്പോൾ എല്ലാ കുടിയന്മാരും കിഡ്നി പേഷ്യൻസ് ആണെന്നില്ല. പക്ഷേ ബേസിക്കലി ഞാൻ ചില കേരളത്തിന് പുറത്തുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഇതാണ്, മലയാളികൾ വെള്ളം കുടിക്കില്ല. നമ്മൾ ചായ, കാപ്പി, കഞ്ഞവെള്ളം ഇതെല്ലാം കുടിക്കുക, പക്ഷെ പച്ചവെള്ളം. ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിലോ അവിടെ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം അവരെ കുടിപ്പിക്കുക വെള്ളമാണ്. വന്ന് കയറി കഴുകി കാല് കഴുകാൻ വെള്ളം, കുടിക്കാൻ വെള്ളം, പിന്നെയാണ് നമ്മൾ ചായ, കാപ്പി. മലയാളികൾ അത് ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ഇല്ലാത്ത നല്ല സ്വഭാവങ്ങൾ നമ്മൾ വളർത്തിയിടും. വെള്ളം കുടിക്കുക. ഞാനൊരു വീട്ടിൽ കയറി ചെന്ന് എനിക്ക് വെള്ളം ചോദിക്കുമ്പോൾ അച്ഛനെ വെള്ളം കുടിപ്പിക്കൂ, ആ ഒരു നെഗറ്റീവ് ടോണാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒക്കെ അതല്ല, നമുക്ക് ജീവിക്കാനായിട്ട് നല്ല വെള്ളം വേണം, മറ്റേ വെള്ളം കുറയ്ക്കുക. ഒക്കെ നല്ല വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വീട്ടിൽ താമസിക്കുക. ഇപ്പോൾ ഈ കുടിയന്മാർ മിക്കവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് സംഭവിക്കുന്നത് മിക്കവരും ഉറങ്ങുന്ന കടത്തിണ്ണകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ. ഓക്കെ, അങ്ങനെ പുറം തള്ളപ്പെട്ട കുറേ എണ്ണം അതിൻ്റെ ഉള്ളിൽ ട്രെയിന് മുമ്പിൽ ചാടിയും അങ്ങനെയൊക്കെ മരിക്കുന്നത്. അല്ലാതെ തന്നെ ഇവർ സ്വയം കുടിച്ച് ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. ഓക്കെ, ഇപ്പം വേറൊരു ദുഃഖാവസ്ഥ, ഞങ്ങൾക്ക് ഇപ്പം ഗഡ്ചിരോളിയിൽ നിന്ന് ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് 300 കിലോമീറ്റർ അകലെ ഗഡ്ചിരോളി നാഗ്പൂർ പോകണം. കാരണം മഹാരാഷ്ട്രക്കാർ അവർ നന്നായിട്ട് ജോലി ചെയ്ത് 2 നേരം ഭക്ഷിച്ച് പൊരുതി, അവർക്ക് വലിയ ഷുഗറോ അങ്ങനെയുള്ളൊരു ഇതുമില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ നല്ല ശീലങ്ങൾ, യോഗ, എക്സസൈസ്, വ്യായാമം, ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇത് ചെയ്യണം. പിന്നെ വേറൊരു ദുഃഖാവസ്ഥ, നമ്മൾ കുടിച്ച് ജീവിച്ച് കഴിഞ്ഞാൽ ദാഹിച്ച് തൊണ്ട വരണ്ട് മരിക്കുക. ഞാൻ എൻ്റെ അപ്പം കുടിച്ചില്ലായിരുന്നെങ്കിലും വന്നു കയറി അളിയന്മാരുടെ ഗുണം കൊണ്ട് ചേട്ടന്മാരൊക്കെ കുടിച്ച് ഇപ്പം 2 പേര് 60-ാം വയസ്സിൽ പോയി. അവസാനം മരിച്ചത് എൻ്റെ മൂത്ത പെങ്ങളുടെ മകൻ 46-ാം വയസ്സിൽ. ഓക്കെ, അപ്പം അങ്ങനെ ഒത്തിരി ദുഃഖത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു മെസ്സേജ് തരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചതാണ്. ഓക്കെ, ഞാൻ എൻ്റെ ചേട്ടനെ പറഞ്ഞടക്കം അവർ
കിഡ്നി പോയി കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. പക്ഷെ അവരുടെ തൊണ്ടൊക്കെ വരേണ്ട അവസാനം ഇവർ നമ്മുടെ കാല് പിടിക്കും, എനിക്ക് ഇച്ചിരി വെള്ളം താ. നമ്മൾ ഇപ്പോൾ എൻ്റെ ചേട്ടന് വെള്ളം കൊടുക്കാൻ ഉപദേശിച്ചിട്ട് പോയി ഡോക്ടർ വെള്ളം കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം ഇവന് ശ്വാസം മുട്ടലൊക്കെ വന്ന് അങ്ങനെ എൻ്റെ കൺമുമ്പിൽ നിന്ന് വെച്ച് മരിക്കുക ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ നമ്മൾ ഇത് ചെയ്യണം. ഓക്കെ, ജീവിതം നമ്മൾ അനുഭവിച്ചുകൊണ്ട് കണ്ടറിഞ്ഞില്ലേൽ കൊണ്ടറിയാം. അത് മനസ്സിലാക്കി ജീവിതം ജീവിക്കാനുള്ളതാണ്, അത് തോറ്റു തുന്നം പാടാനുള്ളതല്ല. ഓക്കെ, ഇപ്പം ഞാൻ നിൽക്കുന്ന വൈറ്റിലയിൽ ഒരു ബിവറേജസിൻ്റെ മുമ്പിലാണ്. ഓക്കെ, വിദേശ മദ്യ ഷാപ്പ് ഓക്കെ ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ അതിൻ്റെ ഇപ്പുറത്ത് കേരളത്തിൻ്റെ ബിവറേജസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പൊടി പിടിച്ച് ആളുകൾ കുടിക്കാൻ വന്നവർ, കുപ്പി വാങ്ങുന്നവർ പൊടിയും കച്ചറയുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു 10 പേരെങ്കിലും ഇതെന്താ തുറക്കാത്തതെന്ന് പറഞ്ഞ് വന്നിരുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ ജീവിതം ജീവിക്കാനുള്ളതാണ്, അത് നമ്മൾ പൊരുതി ജീവിക്കുക. കൂടുതൽ വിവരം കിട്ടാനായിട്ട് ഞങ്ങളുടെ സേവാ സമാജ് ഇന്ത്യയുടെ പഴയ വീഡിയോയിൽ പോവുക, വിവരം വയ്ക്കുക. ബെസ്റ്റ് വിഷസ്.